ഹായ് ഹലോ നമസ്കാരം. ആദ്യം ഇത്തിരി ഇരുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വെട്ടം വരും കേട്ടോ. വീഡിയോ മൊത്തം എല്ലാവരും കാണണേ. അപ്പോൾ ഞങ്ങളിന്ന് പുറത്തോട്ട് ഒരു ഔട്ടിങ്ങിന് ചെറുതായിട്ട് ഇറങ്ങാമെന്ന് കരുതിയിട്ട് ചുമ്മാ അങ്ങ് ഇറങ്ങി. എങ്ങോട്ട് അതൊന്നും ഒരു ഐഡിയ ഇല്ല, അങ്ങ് പോകാമെന്ന് കരുതി അങ്ങനെ ഇറങ്ങി. അപ്പോൾ പിള്ളേർക്ക് ബബിൾ ടീ വേണമെന്ന് പറഞ്ഞു. അന്ന് ആദ്യം ബബിൾ ടീ മേടിച്ചേക്കാമെന്ന് കരുതി അങ്ങനെ പോവുകയാണ്. നമ്മൾ ഇടയ്ക്ക് ബബിൾ ടീയും അതുപോലെ മൊമൂസൊക്കെ മേടിക്കാറുള്ളൊരു കടയുണ്ട്. അന്ന് അങ്ങോട്ട് ആദ്യം പോയേക്കാം, എന്നിട്ട് പോയി ബബിൾ ടീ മേടിക്കാമെന്ന് കരുതി. അപ്പോൾ അവിടെ ഞങ്ങളെ ഇറക്കി വിട്ടിട്ട് രഞ്ജിത്ത് മേടിക്കാൻ വേണ്ടി പോയി. പക്ഷേ സാധനം കിട്ടിയില്ല. ആ കട ഇപ്പോൾ അവിടെ കാണാനില്ല, പൂട്ടിപ്പോയെന്നാണ് തോന്നുന്നത്. അങ്ങനെ സങ്കടമായി. നല്ലതായിരുന്നു അവിടുത്തെ മോമോസും ബബിൾ ടീ, പക്ഷേ എന്തോ കട കാണാനില്ല. ആ കടയിരുന്ന സ്ഥലത്ത് പൂട്ടിയിട്ടേക്കുക. അപ്പോൾ അത് ഓൾറെഡി പൂട്ടിപ്പോയെന്നാണ് തോന്നുന്നത്. അങ്ങനെ പിന്നെ അവിടുന്ന് ഞങ്ങൾ കേക്ക് ഗാലറി പോകാമെന്ന് കരുതി. അതായത് ഇന്ന് രഞ്ജിത്തിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കേക്ക് മേടിക്കാമെന്ന് കരുതി. നമ്മൾ ഇവിടുന്ന് കേട്ടോ കേക്ക് എപ്പോഴും പർച്ചേസ് ചെയ്യുന്നത്. എൻ്റെ ബർത്ത്ഡേക്കും പിള്ളേരുടെ ബർത്ത്ഡേക്കും ഒക്കെ ഇവിടുന്ന് മേടിക്കാറ്. നല്ല കേക്കാട്ടോ. നമ്മൾ പറയുന്ന ഐഡിയസിൽ അവർ നമുക്ക് കേക്ക് ഉണ്ടാക്കിയും തരും. അതുപോലെ നമ്മൾ പറയുന്ന പ്ലേസിൽ ഡെലിവറിയും ചെയ്യും. എല്ലാം നല്ല നീറ്റായിട്ട് ചെയ്തു തരും. അതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. നമുക്കവർ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി ഡെക്കർ ചെയ്ത് തരും. എല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റാണ്. ഏത് കേക്ക് മേടിച്ചാലും നമുക്ക് ധൈര്യമായിട്ട് മേടിക്കാം ഈ കേക്ക് ഗാലറിയിൽ. കാരണം അത്രയും ടേസ്റ്റാണ്. നമുക്ക് നഷ്ടം ഉണ്ടാവില്ല. രുചിയുടെ കാര്യത്തിൽ ഒന്നും പേടിക്കണ്ട. കണ്ടോ, കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണെങ്കിലും നല്ലൊരു രസമാട്ടോ. എല്ലാ കേക്കുകളും കാണാൻ നല്ല ഭംഗിയാണ്. അത് കഴിഞ്ഞ് അവിടുന്ന് കേക്കൊക്കെ മേടിച്ചിറങ്ങി ഫുഡ് കഴിക്കാമെന്ന് കരുതി. തലാല റെസ്റ്റോറൻറ്റിലാട്ടോ. ഇവിടെ നല്ല പാർക്കിങ്ങും ഉണ്ട്. നമ്മൾ പിള്ളേരുടെ ബർത്ത്ഡേ ഒക്കെ വന്നപ്പോൾ പാർട്ടി നടത്താറ് എൻ്റെ ഉള്ളിലാട്ടോ. നല്ല ഫുഡും നല്ല സൗകര്യവും ഒക്കെ ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആട്ടോ. പക്ഷേ ഓൾറെഡി ഇന്നിവിടെ 3 ഫംഗ്ഷൻ നടക്കുന്നതുകൊണ്ട് നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള ഒരു പ്രൈവസി കുറവ് തോന്നി കുഞ്ഞുങ്ങളെയും കൊണ്ട്. അതുകൊണ്ട് നമ്മൾ പാഴ്സൽ മേടിക്കാമെന്ന് കരുതി പാഴ്സൽ മേടിച്ചു. അപ്പോഴത്തേക്കും 2 പേർക്കും വിശന്നു തുടങ്ങി. പിന്നെ ലോലിപ്പോപ്പ് മേടിച്ചു, ചിക്കൻ ലോലിപ്പോപ്പ്. അപ്പോൾ 2 പേർക്കും അതും കൊടുത്തു. പിന്നെ ബീഫ് കട്ട്ലേറ്റും ഉണ്ടായിരുന്നു, ഇലയുടെ ഉണ്ടായിരുന്നു, ഫിഷ് ഇലയുടെ കേട്ടോ. അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, പിള്ളേർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ കട്ട്ലേറ്റ് നല്ല സൂപ്പറായിരുന്നു. അങ്ങനെ 2 പേരും ലോലിപ്പോപ്പൊക്കെ കഴിച്ച് ബബിൾ ടീ കിട്ടാത്തതിൻ്റെ സങ്കടം അവിടെ തീർന്നു. അതിനുശേഷം പിന്നെ വീട്ടിലോട്ട് പോയേക്കാന്ന് കരുതി. ഇനിയിപ്പോൾ സമയം കുറച്ചായി. നമ്മൾ എല്ലായിടത്തോടെ ചുറ്റിക്കറങ്ങി വന്നപ്പോഴത്തേക്ക് സമയമൊക്കെ ആയി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നേരെ വീട്ടിലോട്ട് പോകാം. വീട്ടിൽ പോയിട്ട് ഇനി ഫുഡൊക്കെ കഴിക്കാമെന്ന് കരുതി. ഇപ്പോൾ ഓൾറെഡി ഇത്തിരി ചൂടൊക്കെ കുറഞ്ഞ് ക്ലൈമറ്റ് ഒരു ചെറിയ തണുപ്പൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ശക്തിയായിട്ട് ചൂട് വന്നായിരുന്നു. ഇപ്പോൾ ഇത്തിരി താന്നു. അങ്ങനെ വീട്ടിൽ വന്ന് ചിക്കൻ ലോലിപ്പോപ്പും സാലഡും കിരി പൊറോട്ടയും പിന്നെ പൊരി ചിക്കൻ, അത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല സ്പൈസി ആയിട്ടുള്ളതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ധൈര്യമായിട്ട് അവിടുത്തെ തലാല റെസ്റ്റോറൻറ്റിലെ പൊരി കടായി ചിക്കൻ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഫുഡൊക്കെ എടുത്ത് കഴിച്ച് ഞങ്ങൾ പിന്നെ കേക്ക് കട്ട് ചെയ്തു. നല്ല കേക്കായിരുന്നു, പിസ്ത ഫ്ലേവറുള്ള കേക്കായിരുന്നു കേട്ടോ. രഞ്ജിത്ത് കേക്കൊക്കെ കട്ട് ചെയ്തു. ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ ടു യു രഞ്ജിത്ത്. എന്നിട്ട് ഞങ്ങളതൊക്കെ കഴിച്ചു. പിന്നെ പിള്ളേർ കുറേ നേരം കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം തീർന്നു. ഇത്രയുള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ ബൈ, സീ യു.